അപ്പോൾ ഈ അനുപാതം ശരിയാകാൻ വേണ്ടിയാണ് ചില പ്രത്യേക ശാരീരിക അസ്വസ്ഥതകൾക്ക്, മാനസിക അസ്വസ്ഥതകൾക്കൊക്കെ നമ്മൾ മുദ്രകൾ അനുഷ്ഠിക്കുന്നത്. നമ്മുടെ കയ്യിലെ ഓരോ വിരലും ഈ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മുദ്രയെക്കുറിച്ചാണ്. പലരും ഈ ശരിയായ രീതിയിൽ മലശോധന നടക്കാതിരിക്കുക, ദഹനക്കേട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് പ്രയോജനത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് വിഘടിച്ച് സൂക്ഷ്മകണങ്ങളായി നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിലായാൽ നമുക്ക് ആവശ്യമായ പോഷണം ലഭിക്കുകയുള്ളൂ. ഈ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് പോഷണം ലഭിച്ചതിന് ശേഷം വിസർജന വ്യവസ്ഥയിലൂടെ പുറത്തേക്ക് പോവുകയുമാണ്. അപ്പം ശരിയായ ദഹനം, ശരിയായ മലശോധന എന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദഹന പ്രശ്നങ്ങളും മലബന്ധം അങ്ങനെയുള്ളത് മാറാൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ് സൂചി മുദ്ര. സൂചി മുദ്ര എന്ന് പറയും, നീഡിൽ മുദ്ര എന്ന് പറയും. കാരണം ഈ മുദ്രയ്ക്ക് ഒരു സൂചിയുടെ അല്ലെങ്കിൽ ഒരു നീഡിലിൻ്റെ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് നീഡിൽ മുദ്ര, സൂചി മുദ്ര എന്നൊക്കെ പറയുന്നത്. ഒരു ആൻഷ്യൻ്റ് മുദ്രയാണ്. അതുപോലെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ഒന്ന് ശുചിയാവുന്നുണ്ട് എന്നുകൊണ്ട് അതിനെ ശുചി മുദ്ര എന്നും വിളിക്കുന്നുണ്ട്. സാധാരണ ഞാൻ പല മുദ്ര വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പ്രകൃതിയും നമ്മുടെ ശരീരവും എല്ലാം പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം. നമ്മുടെ കയ്യിലെ ഓരോ വിരലും ഈ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുദ്രാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ അനുപാതം ശരിയാകാൻ വേണ്ടിയാണ് ചില പ്രത്യേക ശാരീരിക അസ്വസ്ഥതകൾക്ക്, മാനസിക അസ്വസ്ഥതകൾക്കൊക്കെ നമ്മൾ മുദ്രകൾ അനുഷ്ഠിക്കുന്നത്. യോഗയോടുകൂടി നമ്മൾ പല മുദ്രകളും അനുഷ്ഠിക്കാറുണ്ട്. പക്ഷേ ഈ മുദ്ര നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മുദ്രയാണ്. അപ്പോൾ എങ്ങനെയാണ് മുദ്ര ചെയ്യുന്നതെന്നൊന്ന് പറയാം. നമ്മുടെ ഈ കയ്യിലെ വിരൽ, ഈ തള്ളവിരൽ എന്ന് പറയുന്നത് അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ ചൂണ്ടുവിരൽ എയർ എലമെന്റ്, വായുതത്വത്തെ സൂചിപ്പിക്കുന്നു. ഇത് സ്പേസ്, ആകാശ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇത് പൃഥ്വി, എർത്ത് എലമെന്റിനെ സൂചിപ്പിക്കുന്നു. ഈ ചെറുവിരല് ജലതത്വം, വാട്ടർ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചില പ്രത്യേക മുദ്രകൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ പ്രാണിക് എനർജിയെ നമ്മൾ ചാനലൈസ് ചെയ്യുന്നത്. അപ്പം സൂചി മുദ്ര അല്ലെങ്കിൽ നീഡിൽ മുദ്ര, ശുചി മുദ്ര എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ആദ്യത്തെ 3 വിരലുകളും നമ്മുടെ കൈയുടെ വെള്ളയുടെ ഭാഗത്തേക്ക് മടക്കി ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഈ തള്ളവിരൽ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിലേക്ക് പിടിക്കുന്നു. ഈ വിരൽ മാത്രം ഉയർന്നു നിൽക്കുന്നു. ഇതാണ് എയർ എലമെന്റ്, വായു തത്വത്തെ സൂചിപ്പിക്കുന്ന വിരൽ. അത് മാത്രം ഉയർന്നു നിൽക്കുന്നു. ഇപ്പോൾ ഇതിനൊരു നീഡിലിൻ്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നീഡിൽ മുദ്ര, സൂചി മുദ്ര എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം വിരലുകൾ ഇങ്ങോട്ട് പിടിക്കുന്നു. ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് ഈ കൈവെള്ളയുടെ സെൻറ്റർ ഭാഗത്താണ് നമ്മുടെ സ്റ്റൊമക്ക്, ലിവറിൻ്റെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥാനം. താഴേക്ക് ഇൻറ്റെസ്റ്റൈൻ. ഈ മുദ്രയുടെ പ്രത്യേകത, സൂചി മുദ്ര പിടിക്കുമ്പോൾ നമ്മൾ ഒരു കൈയിൽ മാത്രമാണ് ഈ മുദ്ര പിടിക്കുന്നത്. ബാക്കി എല്ലാ മുദ്രകളും നമ്മൾ ഒരേ മുദ്ര തന്നെ 2 കൈയിലുമാണ് പിടിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മറ്റേ കയ്യിൽ പിടിക്കുന്നത് ആദിമുദ്രയോ വായുമുദ്രയോ പിടിക്കാം. നമുക്കിപ്പോൾ ആദിമുദ്ര പിടിക്കാം. ആദിമുദ്രയ്ക്ക് ഈ വിരൽ നമ്മുടെ ചെറുവിരലിൻ്റെ അടിയിലേക്ക് വെക്കുന്നു. ബാക്കി മുഷ്ടി ചുരുട്ടുന്ന പോലെ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുന്നു. ഇതാണ് ആദിമുദ്ര. ആദിമുദ്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുദ്ര ആണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഈ ഒരു രീതിയിൽ കൈ പിടിച്ചിട്ടാണ് കിടക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇതിന് ആദിമുദ്ര എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ 2 കയ്യിലും, ഈ കയ്യിൽ സൂചിമുദ്ര, ഈ കയ്യിൽ ആദിമുദ്ര പിടിച്ചിട്ട് നമ്മൾ കഴിയതും നമ്മൾ വജ്രാസനത്തിലിരിക്കാൻ നോക്കുക. നിങ്ങൾക്കറിയാം, വജ്രാസനം തന്നെ നമ്മുടെ ദഹനത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഫുഡ് കഴിച്ചിട്ട് ചെയ്യാവുന്ന ഒരേ ഒരു യോഗാസനമായിട്ട് പറയുന്നത് വജ്രാസനമാണ്. ഇനി വജ്രാസനത്തിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈസി പോസ്, സുഖാസനം, അതായത് ചമ്രം പടിഞ്ഞിരിക്കുക.
അതൊന്നും താഴെയൊന്നും ഇരിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയറിലിരുന്നിട്ട് ചെയ്യുക. നട്ടെല്ലാം നിവർന്നിരുന്ന് ചെയ്യണം. അതുപോലെ ഈ മുദ്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ മുദ്ര ചെയ്യുമ്പോഴും നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നാണ് മുദ്ര ചെയ്യുന്നത്. നമുക്ക് കണ്ണടയ്ക്കുന്നത് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഈ മുദ്രയിൽ നമ്മൾ കണ്ണ് തുറന്നിട്ടാണ് ചെയ്യുക. ഈ എയർ എലമെന്റ് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണ് തുറന്നിരിക്കുക. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഒന്നെങ്കിൽ ത്രാടകം ചെയ്യുക. ഏതെങ്കിലും ദൂരെയുള്ള വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണ് തുറന്ന് നോക്കിയിരിക്കുക, മുദ്ര അനുഷ്ഠിക്കുക. അതല്ലെങ്കിൽ നമുക്ക് നാസികാഗ്ര മുദ്ര ചെയ്യാം. മൂക്കിൻ്റെ ടിപ്പിലേക്ക് നോക്കുക. ഇങ്ങനെ മൂക്കിൻ്റെ ടിപ്പിലേക്ക് നോക്കി ഈ മുദ്ര പിടിച്ച് ഇരിക്കാം. അപ്പം ഇതൊക്കെ മനോമുദ്രയിലാണ് വരുന്നത്. നാസികാഗ്ര മുദ്ര എന്ന് പറയുന്നത് മനോമുദ്രയാണ്. ഇത് ഹസ്തമുദ്ര. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. രാവിലെ നിങ്ങൾ യോഗ ഒക്കെ ചെയ്യുന്ന കൂടെ വജ്രാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുക. പറ്റാത്തവർ ബെഡിലിരുന്നിട്ടോ കസേരയിലിരുന്നിട്ടോ ഈ മുദ്രകൾ അനുഷ്ഠിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ കൈകൾ മാറുക. ഈ കയ്യിൽ ശുചി മുദ്ര പിടിക്കുക. 3 വിരൽ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്തു. തള്ളവിരലുകൊണ്ട് അതിൻ്റെ മേളിലേക്ക് വെച്ചു. വായു എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കത്തക്ക പോലെ ഇങ്ങനെ വയ്ക്കുന്നു. ഈ കയ്യിൽ ആദി മുദ്ര പിടിക്കുന്നു. ഓക്കെ, അങ്ങനെ മാറി മാറി ചെയ്യുക. ഇങ്ങനെ പറഞ്ഞല്ലോ, നാസികാഗ്ര മുദ്ര ചെയ്ത് ഇരിക്കുക. കോൺസെൻട്രേഷൻ, കണ്ണ് തുറന്നിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ പറ്റിയ ഒരു മെത്തേഡാണ് നാസികാഗ്ര മുദ്ര. അപ്പോൾ ഈ മുദ്രയുടെ കോൺട്രാ ഇൻഡിക്കേഷൻ പറയും. അതായത് ചെയ്യാൻ പാടില്ലാത്തവർ ഈ മുദ്ര, നമുക്ക് ഹൈ BP ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ ഉറക്കക്കുറവുള്ളവർ ചെയ്യരുത്. പിന്നെ വെർട്ടിഗോ, പിന്നെ എന്തെങ്കിലും ഡിപ്രഷൻ പോലെ എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളുള്ളവരും ഈ മുദ്ര അനുഷ്ഠിക്കേണ്ട. ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് ഈ വായു എലമെൻറ്റ് കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ആൻഷ്യൻ്റ് മുദ്ര ആയതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ മുദ്ര റെഗുലറായിട്ട് നിങ്ങൾ ചെയ്തിട്ട് ശരിയായ രീതിയിലുള്ള ദഹനം നടക്കും. നന്നായിട്ട് ദഹിച്ചാൽ തന്നെ നല്ല രീതിയിൽ മലശോധന നടക്കും. അപ്പോൾ തന്നെ നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളും മാറും. ഓക്കെ, ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.